മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ഇന്ന് ജന്മദിനത്തിൻ്റെ നിറവിലാണ്. അഭിനയത്തിൻ്റെ 50-ലേറെ വർഷങ്ങൾ. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് തൻ്റെ കട കത്തിച്ചതെറിഞ്ഞ് സങ്കടത്തോടെ ഓടിവരുന്ന ബഹദൂറിനു പിന്നിൽ ഓടിവരാൻ 2 ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണം. കെ സേതുമാധവൻ ചുറ്റിലും നോക്കി. ഇന്നലെ തന്നെ വന്നു കണ്ട ആ പയ്യനെ ശ്രദ്ധയിൽപ്പെട്ടു. തന്നെ ഏതെങ്കിലും ഒരു സീനിൽ പരിഗണിക്കും എന്ന് വിചാരിച്ച് ഒരു ദിവസം മുഴുവൻ അയാൾ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സേതുമാധവൻ അടുത്തു വിളിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊടുത്തു. ഷൂട്ടിംഗ് തുടങ്ങിയ സേതുമാധവന് ദേഷ്യം അടക്കാനായില്ല. ആ പയ്യൻ കണ്ണുകൾ അടച്ചു പിടിച്ചാണ് ഓടി വരുന്നത്. അയാളെ മാറ്റൂ എന്ന് ആക്രോശിച്ചു. രണ്ടാമത്തെ റിഹേഴ്സലിലും കണ്ണിലേക്ക് ലൈറ്റ് അടിച്ച് അയാൾ കണ്ണടയ്ക്കുകയായിരുന്നു. ഇതോടെ സേതുമാധവൻ ഇയാളെ അങ്ങോട്ട് മാറ്റി നിർത്തൂ, ആരെയെങ്കിലും നോക്കാമെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു. ഇപ്പോൾ പൊട്ടിക്കരയും എന്ന അവസ്ഥയിലുള്ള ആ പയ്യൻ ഒരു അവസരം കൂടി തരാൻ അഭ്യർത്ഥിച്ചു. വീണ്ടും അതേ രംഗം റീഷൂട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ണടച്ചില്ല. ബഹദൂർ ഡയലോഗ് പറയുമ്പോൾ പിറകിൽ നിന്ന് നിരാശയോടെ നോക്കി നിൽക്കുകയും ചെയ്തു. സിനിമ റിലീസായി. മഹാരാജാസിൽ പഠിക്കുന്ന ആ അഭിനേതാവും കൂട്ടുകാരും എറണാകുളം ഷേണായിസിൽ സിനിമ കാണാനെത്തി. മിനിറ്റുകൾ മാത്രം തൻ്റെ ഭാഗം അയാൾക്ക് അത്ര ബോധിച്ചില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്ന് വിചാരിച്ചിരിക്കണം. പക്ഷേ സിനിമ കണ്ടിറങ്ങിയ കൂട്ടുകാർ തോളിൽ കൈയിട്ട് അഭിനന്ദിച്ചു. എങ്ങനെ സാധിച്ചടാ നിനക്ക്, അതും സത്യൻ മാഷിൻ്റെ സിനിമയിൽ? ആ 20കാരന് ലോകം കീഴടക്കിയതിൻ്റെ ഗമയായിരുന്നു. ഷർട്ടിൻ്റെ കോളർ മുകളിലേക്ക് ഉയർത്തി വെച്ച് അവൻ ഷേണായിസിൻ്റെ ഗേറ്റ് സ്ലോ മോഷനിൽ നടന്നു. നടനെ പിന്നീട് ആരാധകർ സ്നേഹത്തോടെ മമ്മൂട്ടി എന്ന് വിളിച്ചു. മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ഇന്ന് ജന്മദിനത്തിൻ്റെ നിറവിലാണ്. അഭിനയത്തിൻ്റെ 50-ലേറെ വർഷങ്ങൾ. 2024 ബോക്സ് ഓഫീസ് അവാർഡും തൻ്റെ കൈപ്പിടിയിൽ. മലയാള സിനിമയിൽ തൻ്റെ സിംഹാസനം വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ്. വാഴ്ത്തുപാട്ടുകൾക്കും ഏറ്റുപറച്ചിലുകൾക്കും അതീതമാണ് മമ്മൂട്ടി എന്ന നടൻ നേടിയെടുത്ത സമാനതകളില്ലാത്ത സ്ഥാനം. അനുഭവങ്ങൾ പാളിച്ചകൾ മുതൽ ഇങ്ങോട്ട് ടർബോ വരെ എത്തി നിൽക്കുന്ന മഹാത്ഭുതം. അഭിനിവേശം തീരാത്ത അഭിനയത്തിൻ്റെ പ്രതിരൂപം. അതാണ് ശരിക്കും മമ്മൂക്ക. മലയാളികളുടെയും മലയാള സിനിമയുടെയും സ്വകാര്യ അഹങ്കാരമായി ഇനിയും അദ്ദേഹം ജൈത്രയാത്ര തുടരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുന്നു. ജന്മദിനാശംസകൾ മമ്മൂക്ക. ഇത്തരം വാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. നന്ദി.